ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ പുതിയ പഞ്ച് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ പ്രൈസ് ആയിരുന്നു. പണ്ട് 5.49 ലാക്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പ്രീ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 5.59 ലാക്സിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5.59 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്നും സത്യത്തിൽ എന്തിനാണ് ടാറ്റ ഈ വണ്ടി ഇറക്കിയതെന്നും ഓർ ഈ വേരിയൻ്റ് ഇറക്കിയതെന്നും. പണ്ട് പ്യൂറിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു ബേസ് മോഡൽ വന്നിരിക്കുന്നതാണ് ഇത്. സത്യം പറഞ്ഞാൽ പേര് പോലെ തന്നെ ഈ വേരിയൻ്റ് വളരെ സ്മാർട്ടാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ പ്രൈസിങ്ങിൽ ഭയങ്കര ഒരു പരിപാടിയാണത്. ഏതായാലും ഫീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് DRLസും സംഭവങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള ഒരു പാർക്കിംഗ് ലാമ്പ് കിട്ടുന്നുണ്ട്, ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. DRLs ഇല്ല. അതുപോലെ നടുവിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് പാനൽ ടോപ്പിൻ്റെ വരുന്ന പോലെ ഉണ്ട്. ഹെഡ് ലാമ്പ്സ് ഇതിൻ്റെ അകത്ത് ഒരു LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് അതിൽ വ്യത്യാസമില്ല. ടോപ്പിൽ വരുന്ന ലൈറ്റ്സ് ഈ ലൈറ്റ്സും എല്ലാം സെയിം തന്നെയാണ്, റിഫ്ലക്ടർ ബേസ്ഡ് ആണ്. ഫോഗ് ലാമ്പ്സ് LED അല്ല, ആൻഡ് ഇൻഫാക്ട് ഫോഗ് ലാമ്പ് ഇതിൻ്റെ അകത്തില്ല. സോ ഇതാണ് ഫ്രണ്ട് ലുക്ക്. ആൻഡ് നമുക്ക് താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്, വീൽ കവർ സാധനങ്ങളൊന്നുമില്ല. 185/70 R15s ആണ് ടയർ സൈസ് വരുന്നത്. ഇതിനകത്ത് വീൽ കപ്പ് ഇല്ലാന്നുള്ളൂ, പക്ഷേ നമുക്ക് അഡ്വഞ്ചർ വേരിയൻ്റ് വരെ ഈ സെയിം ടയർ സൈസ് ആണ് കിട്ടുന്നത്. ഇനി ORVMs ഇതിനകത്ത് വരുന്ന മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്, പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഏതായാലും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നല്ലതാണ്. പക്ഷേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അല്ല, ഫോൾഡബിളും അല്ല. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബോഡി കളർ ഫിനിഷിലല്ല വരുന്നത്, അത് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ കുറച്ച് കോസ്റ്റ് കട്ടിങ് ആയിപ്പോയി. ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ പിന്നെ ഹിഡൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പക്ഷേ അവർ കൊടുത്തേ പറ്റുള്ളൂ മാനുവലായിട്ട്, അതുകൊണ്ട് അത് നമുക്ക് ഒരു നല്ല ഇതിലല്ല പോകുന്നത്. ആൻഡ് സൈഡ് ഓൾമോസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ടോപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, ആൻറ്റിനൊന്നുമില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല, അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഇനി റിയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലുക്ക് ആക്ച്വലി അത്യാവശ്യം നല്ലതാണ്, കാരണം കണക്റ്റഡ് ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ലൈറ്റ് കത്തില്ല. ഈവൻ നിങ്ങൾ അഡ്വഞ്ചർ വേരിയൻ്റ് എടുത്താൽ പോലും ലൈറ്റ് കത്തില്ല. നമുക്ക് ബൈ ദ വേ ഇതിൻ്റെ അകത്ത് ടോട്ടൽ സ്മാർട്ട് വേരിയൻ്റ് വരുന്നുണ്ട്, പ്യുവർ വരുന്നുണ്ട്, പിന്നെ പ്യുവർ പ്ലസ് വരുന്നുണ്ട്, അതുപോലെ അഡ്വഞ്ചർ ഉണ്ട്, പിന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് ഇങ്ങനത്തെ വേരിയൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പ്യുവർ പ്ലസ്സിലും അതുപോലെ അഡ്വഞ്ചറിലും നമുക്ക് S എന്ന് പറഞ്ഞ സൺറൂഫുള്ള മോഡലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അഡ്വഞ്ചർ വേരിയൻറ്റിൽ പോലും കണക്റ്റഡ് ലൈറ്റ് ലാമ്പ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അക്കംപ്ലിഷ്ഡ് പ്ലസ്സിലാണ് അത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഹാലജൻ ലൈറ്റ് ആണ് കിട്ടുന്നത്. ഏറ്റവും ടോപ്പിലാണ് LED ലൈറ്റ്സും കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പോയിലർ പോലത്തെ ബ്ലാക്ക് ഫിനിഷ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് താഴെ ഇതിൻ്റെ അകത്തും സ്കിറ്റ് പ്ലേറ്റ്സും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ ഒരു സാധനം ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ തൊട്ടുമുള്ള പ്യുവർ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ റിയർ ഡീഫോഗർ എങ്കിലും കിട്ടും. വൈപ്പർ വേണമെങ്കിൽ നിങ്ങൾ അഡ്വഞ്ചർ മോഡലിലോട്ട് തന്നെ പോകണം. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ബേസിക് വേരിയൻറ്റിൽ എല്ലാ സാധനം കിട്ടുന്നത് തന്നെയാണ്. ഇനി ഇൻറ്റീരിയറിലോട്ട് വരുമ്പം ഇവിടെയും ഒരുപാട് കോസ്റ്റ് കട്ടിങ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് ഫീച്ചേഴ്സ് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ പ്രൈസ് ഇതുമാണല്ലോ. നമുക്ക് ഇതിനകത്ത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ അവൈലബിൾ ആണ്. ലെതർ റാപ്പിംഗ് ഒന്നും ഓഫ് കോഴ്സ് ഇല്ല. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഇല്ല. പിന്നെ ഇലൂമിനേറ്റഡ് ലോഗോയും ഇല്ല. അതിന് പകരം ടാറ്റയുടെ നോർമൽ ലോഗോ ആണ് വരുന്നത്. പ്യുവർ വേരിയൻറ്റ് മൂലമാണ് നമുക്ക് ഇലൂമിനേറ്റഡ് ലോഗോ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് ആകെ ഫ്രണ്ട് 2 പവർ വിൻഡോ കിട്ടുന്നുള്ളൂ. പിന്നെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വലിയ കുഴപ്പമില്ല. ഡോർ പാഡ്സ് എല്ലാം മൊത്തം പ്ലാസ്റ്റിക് ഫിനിഷാണ്, എവിടെയും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മുടെ ORVMs ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ കൺട്രോൾസ് ഒന്നും ഇല്ല, കാരണം മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ്. ഇനി നമ്മുടെ ഇൻസ്റ്റന്റ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം അഡ്വഞ്ചർ വേരിയൻറ്റിൽ ഈ സെയിം സാധനം തന്നെയാണ് കിട്ടുന്നത്. അതായത് നടുവിൽ ഒരു 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ വരുന്ന ഒരു MID ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തുമായിട്ട് നമുക്ക് വേറെ ഡിജിറ്റൽ ഗേജ് അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര ഗംഭീര ക്ലസ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കളർ TFT ഡിസ്പ്ലേ അല്ല. നടുവിൽ ആസ് സച്ച് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സാധനങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ പ്യുവർ പ്ലസ്സിലോട്ട് പോകണം. പ്യുവറിലോട്ട് പോയിട്ട് പോലും കാര്യമില്ല. അവിടെ നമുക്ക് പ്യുവർ വേരിയൻറ്റിൽ സത്യം പറഞ്ഞാൽ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് തന്നെ 4 സ്പീക്കർ ഉണ്ട്. പക്ഷേ അവർ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനു ഈ സാധനങ്ങളൊക്കെ? സ്പീക്കറും സ്റ്റിയറിംഗ് മോഡ് കൺട്രോളും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലാണ്ട് വെറുതെ എന്ത് ചെയ്യാനാ? അറ്റ്ലീസ്റ്റ് അവർ ഓക്കെ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ പുറത്തുനിന്ന് വെക്കുകയാണെങ്കിൽ ഓണാക്കാം എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ടാറ്റ തന്നെ എന്തായാലും ആക്സസറീസിൽ കൊടുക്കുകയും ചെയ്യും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. എനിവേ നമ്മുടെ താഴത്തേക്ക് വരുമ്പോഴേക്കും AC കൺട്രോൾസ് മാനുവലാണ്. ആൻഡ് അത് ടിപ്പിക്കൽ മാനുവൽ കൺട്രോൾസ്, നമ്മൾ ഏകദേശം ഒരു 20 കൊല്ലം മുന്നേ കാണുന്ന പോലത്തെ മാനുവൽ കൺട്രോൾസ് ആണ് ഇതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 3 റോട്ടറി നോബ്സ് ഇവർ പഞ്ച് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് ഓർ പ്രീ ഫേസ് ലിഫ്റ്റ് ആയിരുന്ന സമയത്ത് മാനുവൽ കൺട്രോൾസ് തന്നെ അതിൻ്റെ ബട്ടൺസിൻ്റെ ഫിനിഷിങ് സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു. മാനുവൽ ആണെങ്കിൽ നമുക്കങ്ങനെ തോന്നില്ലായിരുന്നു അതിൻ്റെ ഒരു മെറ്റീരിയൽസിൻ്റെ ഇതിൽ. പക്ഷേ ഇതിപ്പം ടിപ്പിക്കൽ മാനുവൽ AC ആണ്. അഡ്വഞ്ചർ വേരിയൻറ്റിൽ AC കൺട്രോൾസ് നല്ലതാണ്, കാരണം അത് ടച്ച് ബേസ്ഡും അല്ല, പിന്നെ നമുക്ക് ഓട്ടോ AC കിട്ടുകയും ചെയ്യും. ഏതായാലും ഈ വേരിയൻറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് സെൻറ്റർ ആംറസ്റ്റ് ഇല്ല. അവിടെ സ്റ്റോറേജിന് പകരം 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ AC വെൻസ് ഒന്നും അവൈലബിൾ അല്ല. ഒരു ജസ്റ്റ് 12 വോൾട്ട് പവർ സോക്കറ്റ് മാത്രമാണ് ഇതിനകത്ത് കിട്ടുന്നത്. Type C ചാർജസ് നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നതായിരിക്കില്ല. ഇതിൻ്റെ തൊട്ടുമുള്ള പ്യുവർ എടുക്കുകയാണെങ്കിൽ 15 വാട്ട്സിൻ്റെ Type C ചാർജർ കിട്ടും. പ്യുവർ പ്ലസ്സിൽ മുതൽ 65 വാട്ട്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി സീറ്റ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ മോണോട്ടോൺ ഫിനിഷാണ് വരുന്നത്, ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ മുകളിലുള്ള വേരിയൻസിലേക്ക് വേണമെങ്കിൽ
നമുക്ക് ട്വിൻ കളേഴ്സ് കിട്ടും. ആൻഡ് ബാക്കിലത്തെ സീറ്റ് ആണെങ്കിലും രണ്ട് അഡ്ജസ്റ്റബിൾ രണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ആകെ ടോപ്പിൻ്റെ അക്കംപ്ലിഷ് പ്ലസ്സിലേ ഉള്ളൂ. റിയർ സെൻറ്റർ ആംറസ്റ്റ് വരുന്നില്ല, അതും അഗൈൻ ടോപ്പിൻ്റെ 2 വേരിയൻസിലേ ഉള്ളൂ. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് പക്ഷേ ഒരു ബേസ് മോഡൽ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാതെ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ്, അതുപോലെ നമ്മുടെ ABS EBD ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ITPMS, അതായത് നമുക്ക് TPMSൻ്റെ ഡിസ്പ്ലേ അതിനകത്ത് കാണിക്കും. എയർ പ്രഷർ കുറയുകയാണെങ്കിൽ അത് ഓൺ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് IRVM ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഡിമ്മിങ് ഫീച്ചേഴ്സും കിട്ടുന്നില്ല. ഓട്ടോ ഡിമ്മിങ്ങും അല്ല, മാനുവൽ ഡിമ്മിങ്ങും അല്ല, ഡിമ്മിങ് ഇല്ല. ക്യാബിൻ ലാമ്പ് അകത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വേറെ കൺട്രോൾസ് ഒന്നും അവിടെ കിട്ടുന്നില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആണ്. സോ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. നിങ്ങളിനി എക്സ്ട്രാ പ്യുവർ വേരിയൻറ്റിലോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വളരെ മേജർ ആണ് കേട്ടോ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ അത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ പോലും ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അതിലും കിട്ടുന്നില്ല. 4 സ്പീക്കർ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, പിന്നെ ബാക്കിൽ ഡിഫോഗർ വരും, റിയർ AC വെൻസ് വരും, ഫ്രണ്ട് സെൻറ്റർ ആംറസ്റ്റ് വരും. അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടെ മാനുവൽ ഡൈനായിട്ട് IRVMs കിട്ടും. പിന്നെ ഗ്രാബ് റെയിൽസ് അകത്ത് അത് വരുന്നത് നമ്മുടെ അടുത്ത വേരിയൻറ്റ് പ്യുവർ വേരിയൻറ്റോട്ടാണ്. പിന്നെ ബേസ് മോഡൽ നമുക്ക് സ്പെയർ വീൽ ഇല്ല കേട്ടോ. പഞ്ചർ റിപ്പയർ കിറ്റും പിന്നെ ടയർ ഇൻഫ്ലേറ്റർ ആ സാധനം മാത്രമേ ഉള്ളൂ. സ്പെയർ വീൽ വേണമെങ്കിൽ നിങ്ങൾ പ്യുവർ പ്ലസ് വരെയെങ്കിലും പോകണം. ഇനി പ്യുവർ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ്. ഇത്രേ ഉള്ളൂ. ഇനി കളേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാധാരണ ടാറ്റ ബേസ് വേരിയൻറ്റിൽ ആകെ 2 കളർ കൊടുക്കാറുള്ളൂ, വൈറ്റും സിൽവറും. ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ഒരു 4 കളർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് നമുക്ക് നോർമലി അവൈലബിൾ ആണ്. കൂർഗ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ഒരു സിൽവർ ഉണ്ട്. പിന്നെ ഗ്രേ പോലത്തെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ റെഡ് കളർ അവൈലബിൾ ആണ്. ടാറ്റ ബേസ് മോഡൽ മുതൽ ഇപ്രാവശ്യം റെഡ് കൊടുക്കുന്നുണ്ട്. വളരെ സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്, കാരണം അവരങ്ങനെ പൊതുവേ ചെയ്യാറില്ല. ഈവൻ സിയറിലെ പോലും ബേസ് മോഡലിൽ 3 കളറേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പക്ഷേ അങ്ങനെയല്ല. ടോപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു 2 കളർ, അതായത് ബ്ലൂ കളറും പിന്നെ ഒരു യെല്ലോ കളർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ പേര് കാരമൽ എന്ന് പറഞ്ഞ പുതിയ കളറും കൂടെ കിട്ടും. അതാണ് ആകെപ്പാട് എക്സ്ട്രാ ഉള്ളത്. പിന്നെ ഡ്യുവൽ ടോൺ കളേഴ്സ് ഡെഫിനറ്റ്ലി ടോപ്പിനുള്ളൂ, ഇതിൻ്റെ അകത്തില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ വേരിയൻറ്റ് ടാറ്റ സത്യത്തിൽ ആൾക്കാർ വാങ്ങിക്കരുത് എന്ന് വിചാരിച്ച് ഇറക്കിയെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസിങ് 5.59 ലാക്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് പോകണമെങ്കിൽ 6.49 ലാക്സ് ആണ് പ്യുവർ വേരിയൻ്റ് ആവുന്നത്. നിങ്ങളിപ്പോൾ എക്സ്ട്രാ ഫീച്ചേഴ്സ് തൊട്ട് നമുക്ക് ഈവൻ ഡോർ ഹാൻഡിൽസ് പോലും പ്യുവർ വേരിയൻറ്റിൽ ബോഡി കളർ അല്ല കിട്ടുന്നത്. എന്നാൽ പോലും ഓൺ റോഡ് വരുമ്പോഴേക്ക് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രമുള്ള ഒരു സാധനം പ്യുവർ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ എന്തിനാണ് സ്മാർട്ട് വേരിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ വാങ്ങില്ല. കാരണം കുറച്ചധികം പുറത്തുനിന്ന് പണിയെടുക്കണം. ബാക്കിൽ നമുക്ക് പവർ വിൻഡോ പോലും സ്മാർട്ട് വേരിയൻറ്റിൽ കിട്ടുന്നില്ല, 2 പവർ വിൻഡോ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്തിനാ ഇത്രയും പണിയെടുക്കുന്നതെന്ന് വിചാരിച്ച ആൾക്കാർ നേരെ പ്യുവർ വേരിയൻറ്റിലോട്ട് പോകും. പ്യുവർ വേരിയൻറ്റിലേക്ക് പോയി കഴിയുമ്പം അവർക്ക് തോന്നും, ഇത്രയൊക്കെ നമ്മൾ എന്തായാലും സ്ട്രെച്ച് ചെയ്തില്ലേ, എന്നാൽ പിന്നെ ഒരു 50,000 കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ പ്യുവർ പ്ലസ് കിട്ടും. അതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ട്, പിന്നെ റിയർ ക്യാമറ, 65 വാട്ട്സിൻ്റെ ചാർജർ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നേരെ പോകും. അതും കൂടെ കണ്ടു കഴിയുമ്പോഴേക്കും പിന്നെ ചിലവർ അഡ്വഞ്ചർ വേരിയൻറ്റിലേക്ക് ഒരു ചാഞ്ചാട്ടം വരും. കാരണം 360 ക്യാമറ, അങ്ങനെ കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് നമുക്ക് വേറെ ആഡ് ആവും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും ടാറ്റ വളരെ സ്മാർട്ടായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വേരിയൻ്റ് ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ ബേസ് മോഡൽ തോന്നിയിരിക്കുന്നത്. കാരണം ബേസ് മോഡലും കഴിഞ്ഞ വരുന്ന വേരിയൻറ്റ് അവർക്ക് പ്രൈസ് നന്നായിട്ട് കയറ്റിയിട്ടാലേ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് കൂട്ടിയിടാൻ പറ്റുള്ളൂ. ബേസ് മോഡൽ പിന്നെ അവർക്ക് അട്രാക്റ്റീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണം. കാരണം ആൾക്കാർ ഏറ്റവും ആദ്യം കാണുന്ന ബേസ് മോഡലാണല്ലോ, അത് കണ്ടിട്ടാണ് എല്ലാവരും അട്രാക്റ്റ് ആവുന്നത്. ഏതായാലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 1.2 NA പെട്രോൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ മാനുവലിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ CNGയുടെ ഓപ്ഷനും നമുക്ക് ബേസ് മോഡലിൽ കിട്ടുന്നുണ്ട്. അതും മാനുവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് തൊട്ട് മുകളിലത്തെ വേരിയൻസ് ഒക്കെ ആണെങ്കിൽ CNGയിൽ AMTയുടെ ഓപ്ഷൻ ടാറ്റ കൊടുക്കുന്നുണ്ട്. ഈവൻ നമുക്ക് 1.2 NA പെട്രോൾ ആണെങ്കിൽ പോലും പ്യുവർ വേരിയൻറ്റ് പോലെ AMTയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ടർബോ പെട്രോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മിനിമം അഡ്വഞ്ചർ വേരിയൻറ്റെങ്കിലും പോകണം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് എൻ്റെ അക്കംപ്ലിഷ് പ്ലസ്സിലാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ബേസ് മോഡലിൻ്റെ റിവ്യൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാബിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.